ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മോർണിംഗ് ബ്രീഫ്. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനോട് ഒരു വിരാമമാവുകയാണ്. എല്ലാ മാർക്കറ്റുകളും തന്നെ ഒരു പോസിറ്റീവ് ട്രെൻഡാണ് ഇന്ന് കാണിക്കുന്നത്. നിഫ്റ്റി ഏകദേശം 254 പോയിന്റിൻ്റെ അപ്സൈഡോടുകൂടിയാണ് ഇന്ന് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നമ്മുടെ മാർക്കറ്റിലും ഓപ്പണിംഗ് തന്നെ ലഭിക്കും. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ 1% പോസിറ്റീവാണ്. പ്രത്യേകിച്ച് കോസ്പി, സൗത്ത് കൊറിയ ഇൻഡെക്സ് ആയിട്ടുള്ള കോസ്പി ഇന്ന് 2%-ലധികം പോസിറ്റീവായിട്ട് നിൽക്കുന്നു. US മാർക്കറ്റുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം 1% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. പ്രത്യേകിച്ച് അവിടെ ഫെഡ് റേറ്റിൻ്റെ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അടുത്ത മീറ്റിങ്ങിൽ, ജൂലൈ മീറ്റിങ്ങിൽ ഫെഡ് റേറ്റ് കട്ടുണ്ടാകും എന്ന ഒരു സൂചന കൂടി ഫെഡ് ഗവർണർ നൽകുന്നുണ്ട്. ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് കൂടി ഇതോടൊപ്പം നമ്മൾ വായിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഒരു കറക്ഷൻ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു സേഫ് ഹെവൻ അസറ്റ് എന്നുള്ള രീതിയിൽ ഗോൾഡിന് ഒരു പോസിറ്റീവ് ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ കുറച്ച് കറക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസിന് ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ പ്രൈസിനെ കുറിച്ചുള്ള ആശങ്കകൾ ഒഴിവായതിൻ്റെ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് മാർക്കറ്റിന്, എക്കണോമിക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ എക്കണോമിക്ക് ഒരു പോസിറ്റീവ് ട്രിഗർ നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള പോസിറ്റീവ് വാർത്തകളെല്ലാം മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു അപ്സൈഡ് ട്രെൻഡ് തന്നെ പ്രതീക്ഷിക്കാം. ഒപ്പം ഇന്ന് 3 IPOകളാണ് പ്രധാനമായിട്ടും വരുന്നത്. നാളെ HDB ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഒരു മേജർ IPO വരുന്നുണ്ട്. ഇന്ന് 3 IPOകൾ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. കൽപ്പതാരു, LN ബാരി ആൻഡ് ഗ്ലോബൽ സിവിൽ പ്രോജക്റ്റ്, ഈ 3 IPOകൾ ഇന്ന് അതിൻ്റെ ഇഷ്യൂ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭ ട്രേഡിംഗ് ദിനം ആരംഭിക്കുന്നു.